ബീച്ച് ആശുപത്രിയിൽ അത്യന്തം ദുഃഖകരമായ ദൃശ്യങ്ങളാണ്. ബന്ധുക്കൾ, സഹപ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ നിലവിട്ട് കരയുകയാണ്. നമ്മോടൊപ്പം മരിച്ച ജബ്ബാറിൻ്റെ സഹോദരൻ്റെ ഭാര്യ കൂടി ചേരുന്നുണ്ട്. നമ്മൾ എപ്പോഴാണ് നേരെ ആശുപത്രിയിലേക്ക് വന്നതാണ് പറഞ്ഞിട്ട്? അതെ, നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. പക്ഷെ ഞങ്ങൾ മരിച്ചു എന്ന് കരുതിയിട്ടില്ല. പരിക്കേറ്റെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ജബ്ബാറിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. കുറേ വർഷമായി. ഇത്ര കരിയർ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ അത് കുറേ വർഷങ്ങളായി. 3 പെൺകുട്ടികളാണ്. 3 പേരും കല്യാണം കഴിഞ്ഞതാണ്. ഇല്ല, അറിയില്ലല്ലോ. അവർക്ക് തന്നെ അറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും ചെറിയ നിസ്സാര പരിക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എത്തിയപ്പോൾ ആള് പോയില്ലേ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ല, എങ്ങനെയാണ് ഇപ്പോ ഭാര്യ മക്കളെയൊക്കെ പറഞ്ഞ് അറിയിക്കുക? നമുക്കിപ്പോ എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ അറിയിക്കുക എന്നുള്ളത് ഒട്ടും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. കുറേ വർഷമായി മാഡം, കുറേ വർഷമായി. ഇയർ എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് എത്ര ഇയർ എന്ന് പറയാൻ അറിയില്ല. പക്ഷെ കുറേ വർഷങ്ങളായി അറിയിക്കണം. ഒരുപക്ഷെ ഒരു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. അവൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ചിലപ്പോൾ ഈ സമയത്ത് റംസാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തിരക്കിലായതുകൊണ്ട് TV നോക്കിയിട്ടില്ല. ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്. ജബ്ബാറാണോ ഫാമിലിയുടെ? അതെ. ഒരു ഫാമിലി തന്നെ ജബ്ബാറാണ് എല്ലാത്തിനും. അത് വലിയൊരു നഷ്ടം തന്നെയാണ്, നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ എന്താ അറിയില്ല, ഞങ്ങൾ എങ്ങനെ അത് ഉൾക്കൊള്ളുന്ന ആലോചിക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ വന്നിട്ടും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ബോഡി കാണരുതേ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പരിക്ക്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത്. ജബ്ബാർ മാത്രമല്ല, വേറെ ഒപ്പം ജോലി ചെയ്ത 2 പേർക്കും കൂടി ജീവൻ നഷ്ടമായി ആണല്ലേ? ശരി, 3 മരണം ഉണ്ടല്ലേ? ഫെയ്ത്ത് അല്ലാതെ എന്ത് പറയാനാണ് പറയാനില്ല.